എല്ലാവരും കൂടി ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. അതിലിടയ്ക്ക് ആരോ ഇന്നലെ മെഞ്ഞാന്നൊക്കെ പറഞ്ഞു ഞാൻ ദേവൻ പിന്മാറിയേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ദേവൻ പിന്മാറണമെങ്കിൽ ദേവൻ തീരുമാനിക്കണമല്ലോ. ഇത് എങ്ങനെയാണ് ന്യൂസ് പോയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചില ചാനലൊക്കെ പറഞ്ഞു ദേവൻ ഒരു പക്ഷേ പിന്മാറിയേക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഇതിനകത്ത് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ എം എ ഫൈറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ ഫൈറ്റ് ചെയ്യും. ഈ ജയപരാജയങ്ങൾ രണ്ടാമതാണ്, അത് പ്രശ്നമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് ജഗദീഷ് അദ്ദേഹത്തിൻ്റെ പിന്മാറ്റത്തിൽ താല്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ഞാൻ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനങ്ങൾ, അതിൽ എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പിന്നെ 4-5 പേരും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് ഉറച്ചു നിൽക്കുന്നുള്ളത് ഉറപ്പാണ്. ഇതിനകത്തൊരു മാറ്റമില്ല. കാരണം എൻ്റെ ഒബ്ജക്റ്റീവ്, എൻ്റെ ഒരു നിലപാട് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്ന കുറേ അംഗങ്ങളുണ്ട്. അവരെ വേണം നമ്മൾ കാണാനായിട്ട്. ഞാൻ എല്ലാ അംഗങ്ങളോടും പറയുന്ന ഒറ്റ കാര്യമുള്ളത്, കാരണം എല്ലാ മാസത്തെ 1-ാം തീയതിയും അവിടെ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുന്ന കഷ്ടപ്പെടുന്ന കുറേ അംഗങ്ങളുണ്ട് ഇവിടെ. അവരുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വേണ്ടത്, പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും പേര് 120 + 57 പേർക്ക് ഏതാണ്ട് 200ഓളം വരുന്ന അംഗങ്ങൾക്ക് അവർ അനാഥമായി പോകും. അല്ല അവർക്ക് കിട്ടുന്ന ആ എമൗണ്ട് കിട്ടില്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ അത് സംഭവിക്കരുത്. അമ്മ നിലനിൽക്കണം. അതുമാത്രമല്ല, അമ്മ നിലനിൽക്കേണ്ടത് ഇവിടെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം നമുക്കറിയാം, ഈ അമ്മ എന്ന സംഘടന ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരുപാട് കാര്യങ്ങളിൽ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അമ്മയെപ്പോലെ തന്നെ വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരുപാട് നല്ല സംഘടനകൾ നിന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡയറക്ടേഴ്സ് അസോസിയേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ഫെഫ്ക, ഇതെല്ലാം വളരെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അമ്മ എന്ന സംഘടന ഒരു അമ്മയായിട്ട് തന്നെയാണ് അവർക്കും തോന്നുന്നത്. കാരണം ആ ഒരു തണൽ, അമ്മ എന്നൊരു തണലുണ്ട്. ഒരു തണലാണ്. ആ തണൽ ഈ ഇൻഡസ്ട്രി തന്നെ അമ്മ എന്ന തണലിലാണ്. തണലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിഴലിൽ, ആ തണുപ്പിൽ ജീവിക്കുന്ന അവസരം. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് പത്രക്കാരെ കാണുന്നത് പറഞ്ഞു. ഇതൊരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു സ്ഥാപനമല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവരെ കാണുന്നതെന്ന് ചോദിച്ചു. പത്രങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്രങ്ങൾ കാണാൻ പോകേണ്ട, അത് എൻ്റെ ഇറ്റ്സ് മൈ റൈറ്റ്, മനസ്സിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പത്രങ്ങൾ കാണാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ എന്തൊക്കെ ചില കാരണങ്ങൾ അവർ പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ, ഏതൊരു കലാകാരനും, അത് കലാകാരനായാലും കലാകാരിയായാലും, ഈ പ്രേക്ഷകരുടെ കൈത്തട്ടലിൽ മാത്രമാണ് അവരുടെ ജീവിതം.